വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 4-ാം അധ്യായം. ഭഗവാൻ അർജുനന് ഉപദേശങ്ങൾ തുടരുന്നു. ഈ അധ്യായത്തിൻ്റെ പേര് ജ്ഞാന കർമ്മ സന്യാസ യോഗമാണ്. കർമ്മയോഗത്തിലൂടെ ഫലാസക്തി ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഫലപ്രതീക്ഷയില്ലാതെ ധാർമ്മികമായി കർമ്മങ്ങൾ ചെയ്ത് മനഃശുദ്ധി നേടി ആത്മചൈതന്യം ഉള്ളിൽ പ്രകാശം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ആത്മാവാണ് നമ്മുടെ ജീവചൈതന്യം, അതായത് ജീവൻ തന്ന് നമ്മെ നിലനിർത്തുന്നത് എന്ന അറിവും അനുഭവവും ഉള്ളിൽ നമുക്ക് ഉണ്ടാകുന്നു. ഇത് തന്നെയാണ് നാം നേടേണ്ട ജ്ഞാനം. കർമ്മങ്ങളെ ചെയ്യുകയും ഫലത്തെ സന്യസിക്കുകയും ചെയ്യുന്നതിലൂടെ ജ്ഞാനം ലഭിക്കുന്നത് കൊണ്ട് ജ്ഞാന കർമ്മ സന്യാസ യോഗം എന്ന പേര് വന്നിരിക്കുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആത്മപ്രാപ്തിയാണെന്നും സംസാര ജീവിതം അതിനുള്ള മാർഗമായി തീരണം എന്ന അറിവോടെ കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്യാൻ ഭഗവാൻ നമ്മെ ഉപദേശിക്കുന്നു. ഇതിന് ഏറ്റവും ഉത്തമമായ മാർഗം ഭഗവത് സ്മരണം തന്നെയാണ്. എന്നും രാവിലെ കർമ്മങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഭഗവാനെ, എന്നെ എൻ്റെ മനസ്സിൽ പ്രകാശിച്ച് നേരായ പാതയിൽ നയിക്കണേ, കർമ്മങ്ങളെ ധാർമ്മികമായി ചെയ്യാൻ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ തുടങ്ങാം. ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഭഗവാന്റെ എൻ്റെ കർമ്മങ്ങളെയും ഇതിൻ്റെ ഫലങ്ങളെയും എല്ലാം അങ്ങയുടെ പാദത്തിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് എന്ത് ഫലമാണ് എനിക്ക് കിട്ടിയാലും അത് ഭഗവത് പ്രസാദമായി ഞാൻ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമസ്കരിക്കാം. ഇങ്ങനെ എന്നും ചെയ്യുമ്പോൾ മനസ്സ് പതുക്കെ പതുക്കെ ഈശ്വര സ്മരണം കൊണ്ട് നിറയാൻ തുടങ്ങും. ഈശ്വര സ്മരണം വരുംതോറും ആവശ്യമില്ലാത്ത ചിന്തകളും ആകുലതകളും എല്ലാം മാറി മനസ്സ് ശുദ്ധമായി ഉള്ളിലുള്ള ആത്മപ്രകാശം തെളിയാൻ തുടങ്ങും. ഇത് തന്നെയാണ് നാം നേടേണ്ട ജ്ഞാനം. ഇങ്ങനെ ഭഗവാൻ പറയുന്നു, നിത്യനായ കർമ്മയോഗി ആദിത്യനാണ്, സൂര്യനാണ്. അപ്പോൾ ദിവസവും നമുക്ക് ആദിത്യനെയും നിത്യകർമ്മയോഗിയായ ആദിത്യനെയും നിത്യമുക്തനായ ഭഗവാനെയും സ്മരിച്ചുകൊണ്ട് കർമ്മയോഗ മാർഗത്തിലൂടെ നമ്മുടെ ജീവിതം നയിക്കാൻ ശ്രമം തുടങ്ങാം. ഇനി ഭഗവാൻ അടുത്തത് കർമ്മത്തിൻ്റെ ഗതികളെപ്പറ്റി പറയാൻ തുടങ്ങുകയാണ്. അതായത് ജീവിതത്തിൻ്റെ അടിസ്ഥാന ശില തന്നെ കർമ്മങ്ങളാണ്. കർമ്മത്തിലൂടെയാണ് നമ്മുടെ ജീവിത നിലവാരം ഉയരുന്നതും താഴുന്നതും. ഇങ്ങനെയാകുമ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടി നമുക്കും മറ്റുള്ളവർക്കും നന്മ വരത്തക്കവണ്ണം കർമ്മങ്ങൾ ചെയ്താൽ അതിൽ നിന്ന് ആത്മീയമായ ഉന്നതി ലഭിക്കും. ഭഗവാന്റെ വാക്കുകൾ നമുക്കിവിടെ കേൾക്കാം. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസേ അശുഭാത് കർമ്മണോ ഹ്യഭിബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണേശ്ച ബോദ്ധവ്യം ഗഹനാ കർമ്മണോ ഗതിഃ കർമ്മണ്യകർമ്മ്യ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത്. ഇവിടെ ഭഗവാൻ കർമ്മങ്ങളെ തരംതിരിച്ച് പറയുകയാണ്. എപ്പോഴും കർമ്മം എന്ന് വെച്ചാൽ നാം ചെയ്യേണ്ട നിയത കർമ്മങ്ങളാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരവർ ചെയ്യേണ്ടുന്ന കർമ്മം എന്ന് പറയുന്നു. ഇനി അതിനെ ചെയ്യാതിരിക്കുന്നത് അകർമ്മമായി പറയുന്നു. ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വികർമ്മമായി പറയും. അപ്പോൾ നാം നിത്യം ചെയ്യേണ്ടുന്ന നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് നിത്യം എന്ന പേരിൽ അറിയപ്പെടും. ഓരോരുത്തർക്കും
അവരവർക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ. അതായത് ഒരമ്മയ്ക്ക് കുട്ടികളെ നോക്കുക, ഒരധ്യാപകന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, ഒരു ഡോക്ടർക്ക് രോഗികളെ ശുശ്രൂഷിക്കുക. ഇതൊക്കെ നിയത കർമ്മങ്ങളാണ്. ഇനി ഇതിനെ ചെയ്യാതിരിക്കുന്നത് അകർമ്മമാണ്. ഇതിനെ തെറ്റായ ഉദ്ദേശത്തോടു കൂടി ചെയ്യുക, അതായത് പരദ്രോഹം ചെയ്യുക, മറ്റുള്ളവരെ കള്ളം പറഞ്ഞ് ധരിപ്പിക്കുക, ഇതൊക്കെ വികർമ്മമായി പറയപ്പെടും. ഇനി നമ്മുടെ നിത്യകർമ്മങ്ങളിൽ തന്നെ നിത്യം നൈമിത്തികം കാമ്യം എന്ന് ഭഗവാൻ തിരിച്ചിരിക്കുന്നു. അതായത് നിത്യമായി ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ, കുളി, ആഹാരം, പരിസരശുദ്ധി, വീട്ടുകാരെ നോക്കുക, ഇതൊക്കെ നമുക്ക് നിത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നൈമിത്തികം എന്ന് പറയുമ്പോൾ ആവശ്യാനുസരണം ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. ഇനി കാമ്യം, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി നാം ചെയ്യുന്ന കർമ്മങ്ങൾ. ഇങ്ങനെ 3 വിധത്തിൽ കർമ്മങ്ങളെ ഭഗവാൻ പറയുന്നു. ഈ കർമ്മങ്ങളെയെല്ലാം നല്ല ഉദ്ദേശത്തോടെ മറ്റുള്ളവർക്കും നമുക്കും നന്മ വരത്തക്കവണ്ണം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ ആത്മീയമായ ഉന്നതിയിലോട്ട് ഭഗവാൻ നമ്മെ നയിക്കും. ഇതിന് ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഭഗവാന്റെ ഉപദേശങ്ങൾ കേൾക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.